أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يحشرون على وجوههم إلى جهنم أولئك شر مكانا وأضل سبيلا. الله العظيم. സൂറത്തുൽ ഫുർഖാൻ 34. അല്ലദീന യുഹ്ശറൂന, ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ അല്ലെങ്കിൽ വലിച്ചു കൂട്ടപ്പെടുന്നവർ. അലാ വുജൂഹിഹിം, അവരുടെ മുഖങ്ങൾക്കുമേൽ. ഇലാ ജഹന്നമ, നരകത്തിലേക്ക്. ഉലായിക്ക, അവരാകുന്നു. ഷുറുൻ, ദുഷിച്ചവർ. മക്കാനൻ, സ്ഥാനത്താൽ. വ അളല്ലു, ഏറ്റവും പിഴച്ചവരും. സബീല, മാർഗത്താലും. സത്യനിഷേധികളുടെ ചോദ്യങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞു. അഥവാ എന്തുകൊണ്ടാണ് റബ്ബിനെ കാണാത്തത്, എന്തുകൊണ്ടാണ് മലക്കുകൾ ഞങ്ങൾക്ക് വരാത്തത്, ഇങ്ങനെ തുടങ്ങി അവസാനം എന്തുകൊണ്ടാണ് ഖുർആൻ ഒറ്റയടിക്കിങ് ഇറങ്ങാത്തത്, അതൊക്കെ നിഷേധികളുടെ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കൊന്നും യാതൊരുവിധ വസ്തുതയും അതിലൊന്നും ഇല്ലെന്നും ഒക്കെ വ്യക്തമാക്കി. അതുകൊണ്ട് ഇനി നിഷേധികളുടെ കാര്യത്തിൽ ഒരു വർത്തമാനം പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അതെന്താണ്? അല്ലദീന, ഒരു കൂട്ടർ. അപ്പോൾ അതിൻ്റെ മുമ്പ് മറിഞ്ഞു കിടക്കുന്ന ഒന്നുണ്ട്. ഒന്നുകിൽ അത് ഹുമുല്ലദീന, ആ ചോദ്യങ്ങളുമായി വന്ന നിഷേധികൾ എന്നർത്ഥത്തിൽ. ചില പണ്ഡിതന്മാർ അതല്ല, അദമ്മുല്ലദീന യുഹ്ശറൂന അലാ വുജൂഹിഹിം ഇലാ ജഹന്നം, നരകത്തിലേക്ക് മുഖത്തിൻ്റെ മേൽ വലിച്ചിഴക്കുന്നവരിൽ ഏറ്റവും നിന്ദ്യർ. അതാണ് യുഹ്ശറൂന അലാ വുജൂഹി, മുഖത്തിന്മേൽ വലിച്ചിഴക്കപ്പെടുന്നവരിൽ ഏറ്റവും നിന്ദ്യർ ആരാണോ അവർ. ഉലായിക്ക ഷുറുൻ മക്കാനൻ വ അളല്ലു സബീല, അവരാണ് സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മോശക്കാരും വഴിയുടെ കാര്യത്തിൽ ഏറ്റവും തെറ്റിയവരും. അപ്പോൾ ഒന്നുകിൽ അവർ നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുന്നവരാണ്, അവർ സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മോശക്കാരാണ്, അവർ വഴിയുടെ കാര്യത്തിൽ ഏറ്റവും വഴിതെറ്റിയവരാണ്. അല്ലെങ്കിൽ നരകത്തിലേക്ക് മുഖത്തിന്മേൽ വലിച്ചേക്കപ്പെടുന്നവരിൽ ഏറ്റവും നിന്ദ്യർ അവര്. അദമ്മുല്ലദീന യുഹ്ശറൂന അലാ വുജൂഹിഹിം ഇലാ ജഹന്നം, ഉലായിക്ക, അക്കൂട്ടർ അഥവാ ഈ പറഞ്ഞ ആളുകൾ, അവരാണ് കുഫറിന് നേതൃത്വം കൊടുക്കുന്ന ഇവരാണ് അവിടെ ഏറ്റവും നിന്ദ്യരാവുക എന്നതുപോലെ. ആ ഉലായിക്ക, ആ കൂട്ടരാണ് ഷെറുൻ മക്കാനൻ. ഷെറുൻ മക്കാനൻ എന്ന് പറഞ്ഞത് മക്കാനിലേക്ക് ഷെറ് ചേരൂല എന്നാണ്. ഷെറ് മനുഷ്യരിലേക്കാണ് ചേരുന്നത്. അപ്പം ഷെറുൻ നാസി എന്ന് സങ്കല്പിച്ചിട്ടാണ് അത് ചുരുക്കിയിട്ട് ആലങ്കാരികമായി ചേർത്ത് പറഞ്ഞിരിക്കുന്നതാണ്. സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഷെറ് എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ഏറ്റവും ഷെറ് ആണല്ലോ, അല്ല സ്ഥാനം ഏറ്റവും ഷെറ് എന്നല്ല, മക്കാനിലേക്കല്ല ചേരുക എന്നാണ് മുഫസ്സിറുകൾ ബലാഗ സാഹിത്യം വിശദീകരിക്കുന്നവർ പറയുന്നത്. അപ്പോൾ ഷെറുൻ നാസി മക്കാനാൻ, ജനങ്ങളിൽ ഏറ്റവും ഷെറ്. അതുപോലെ അളല്ലുന്നാസി സബീല, ജനങ്ങളിൽ വഴിയുടെ കാര്യത്തിൽ ഏറ്റവും തെറ്റിയ ആളുകൾ ആരാണ്? അത് ഈ ചോദ്യങ്ങളുമായിട്ട് വരുന്ന നിഷേധികളാണ് എന്നങ്ങ് ഉറപ്പിച്ചു പറയുകയാണ്. യഥാർത്ഥത്തിൽ അവർ ആണ് അതിൽ രക്ഷിക്കേണ്ടത്. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫൗതു ബി സൂറത്തിൻ മിൻ മിസ്ലിഹി വദൂ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾ ഖുർആനിൻ്റെ കാര്യത്തിൽ നമ്മുടെ അടിമക്ക് നമ്മൾ ഇറക്കിയതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി
അള്ളാഹു അല്ലാത്ത ആരെയും സഹായത്തിന് വിളിച്ചിട്ട് നിങ്ങളൊന്ന് ഇതുപോലെ ഒരു സൂറത്ത് കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ചിട്ട് പിന്നെ പറയുന്നതാ ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുന്നാറല്ലത്തി വഖൂദുഹന്നാസു വൽ ഹിജാറ ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ. അങ്ങനെ നിങ്ങൾ ഇപ്പം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും ചെയ്യാൻ പോകുന്നില്ല. ഇനി മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കപ്പെടുന്ന നിഷേധികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുള്ള നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴിയുള്ളത് നോക്കിക്കൊള്ളൂ, അതിനെ സൂക്ഷിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. എന്നതുപോലെ നിഷേധികളുടെ ചോദ്യങ്ങളൊക്കെ തകർന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനൊന്നും ഒരർത്ഥവുമില്ല. എന്തുകൊണ്ടാണ് നബിമാരെ അങ്ങാടിയിലൂടെ നടക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പൊളിഞ്ഞു. അതുകൊണ്ട് ഇനി ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ നിലപാടുമായിട്ട് നടക്കുന്നവർ, അഥവാ നബിക്ക് കൊട്ടാരമില്ലാത്തത് കൊണ്ട് വിശ്വസിക്കുന്നവർ, നബി അങ്ങാടിയിലൂടെ നടക്കുന്നത് കൊണ്ട് വിശ്വസിക്കാത്തവർ, അതുപോലെ ഖുർആൻ ഒറ്റയടിക്ക് എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്ന് സംശയം ഉന്നയിച്ച് നിഷേധിക്കുന്നവർ, അവരുടെ കാര്യം ഇത് ഖുർആൻ സത്യമാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കെ ഇനി ഖുർആൻ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴിയെന്ന് ആലോചിച്ചോളൂ എന്നാണ് ധ്വനി. അതാണ് മുഖത്തിന്മേൽ നരകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ, അഥവാ മുഖം കുത്തി വലിച്ചു കൊണ്ടുപോകപ്പെടുന്നവർ എന്നാണ്. ഹദീസിലുണ്ട്. ഇതിൻ്റെ വിശദീകരണത്തിൽ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് കൈഫ യഹ്ശറുൽ കാഫിറു അലാ വജിഹി യൗമൽ ഖിയാമ. അള്ളാഹിൻ്റെ റസൂലേ, എങ്ങനെയാണ് കാഫിർ മുഖത്തിന്മേൽ ഒരുമിച്ച് കൂട്ടപ്പെടുക? അഥവാ മുഖത്തിന്മേൽ നടന്നിട്ട് വലിച്ചേക്കപ്പെട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുക എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഫഖാല ഇന്നല്ലദീ അംശാഹു അലാ റിജ്ലൈഹി ഖാദിറുൻ അൻ യുംശിയഹു അലാ വജിഹി യൗമൽ ഖിയാമ. കാലുകളിന്മേൽ അവനെ നടത്തിയവൻ കഴിവുള്ളവനാണ് അവൻ്റെ മുഖത്തിന്മേൽ അവനെ നടത്താനും എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസ് ഇമാം ഇബ്നു കസീർ തൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അഥവാ മുഖത്തിന്മേൽ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുക എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ്. ഈ കാലിന്മേൽ മനുഷ്യൻ നടക്കുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായൊരു സംഗതിയാണല്ലോ യഥാർത്ഥത്തിൽ. അഥവാ ഇപ്പോൾ 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യന് ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ളത് ഒരടി ഏകദേശം ഉള്ള ഒരു കാൽപാദമാണ്. ശരിക്ക് അത് നമ്മളെ സിവിൽ എഞ്ചിനീയറിംഗ് പ്രകാരം പോരല്ലോ. നമ്മൾ ഈ മൈക്കിൻ്റെ ഒക്കെ പീഠം കണ്ടാൽ അറിയാം. മൈക്കിൻ്റെ സ്റ്റാൻഡ് അതൊരു 1.5 മീറ്റർ, അടിയിലെ ഭാഗം 1.5 മീറ്റർ നീളം ഉണ്ടാവും. 1.5 മീറ്റർ നീളം. പിന്നെ മൈക്ക് വെക്കുന്ന ഒരു കോലുണ്ട്, അത് പിന്നെയും നീളം ഉണ്ടാകും. എന്നാലും മൈക്ക് വീഴാതെ അവിടെ ഇരിക്കണമെങ്കിൽ നേരെ കുത്തി അവിടെ വെക്കാൻ പറ്റില്ല. പകരം മൈക്കിൻ്റെ ആ കനവും കൂടി താങ്ങാൻ പറ്റുന്ന വിധമുള്ള വലിപ്പം വേണം അടിയിലെ പീഠത്തിന്. അല്ലെങ്കിൽ പിന്നെ വലിപ്പം കുറയുന്നതിനനുസരിച്ച് അതിനെ നിലനിർത്താൻ കഴിയുന്ന വിധമുള്ള ഭാരം വേണം. അപ്പം സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ട് മിക്ക സ്റ്റാൻഡുകളും വലിയ ഭാരമുള്ള ഒരു സാധനം അടിയിൽ പിടിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പം മൈക്കിൻ്റെ കനം കൊണ്ട് ഈ കോലും മറിഞ്ഞു വീഴുകയില്ല. അതുപ്രകാരം മനുഷ്യന് നിൽക്കാൻ കഴിയണമെങ്കിൽ, മനുഷ്യൻ്റെ കയ്യിൽ പിടിക്കുന്ന ഭാരം വരെ നിൽക്കാൻ കഴിയണമെങ്കിൽ മനുഷ്യൻ്റെ കാൽപാദത്തിന് എത്ര ഭാരം വേണം? ഇനി ഭാരമില്ലെങ്കിൽ പിന്നെയുള്ളൊരു വഴി നീളം കൂട്ടലാണ്. മുന്നോട്ടും വശങ്ങളിലേക്കുമൊക്കെ ഒരുപാട് നീളമുള്ള ഒരു കാൽപാദം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരന്നു കിടക്കുന്ന ഒരു കാൽപാദം. അപ്പോൾ പിന്നെ അത്ര ഭാരം വേണ്ടി വരില്ല. അപ്പോഴും മനുഷ്യൻ മറിഞ്ഞു വീഴുകയില്ല. എന്നാൽ ഇത് രണ്ടുമില്ല മനുഷ്യനാകുന്ന ഇരുകാലി ജന്തുവിന്. അതുപോലെ 2 കാലിൽ നിൽക്കുന്ന മറ്റ് ജന്തുക്കളുണ്ട്, കോഴി, പക്ഷികൾ ഒക്കെ. അവയൊക്കെ ബോധം പോയാൽ അല്ലെങ്കിൽ മാനസികമായി തളർച്ച നേരിട്ടാൽ, ഉറങ്ങിയാൽ ഒക്കെ മറിഞ്ഞു വീഴും, നിൽക്കാൻ കഴിയില്ല. നല്ല തൻ്റെ ഇടത്തോടുകൂടി ഉണർച്ചയോടുകൂടി നിൽക്കുമ്പോൾ മാത്രമേ ശരിയായിട്ട് നിൽക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അള്ളാഹു ചെയ്ത ഒരു മഹാകാര്യമാണ് ജീവനുള്ള ജന്തുവിനെ ഈ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ തത്വങ്ങളൊന്നും
പ്രാവർത്തികമാക്കാതെ ബോധത്തിൻ്റെ പേരിൽ തലച്ചോറിൻ്റെ ബാലൻസിങ്ങിലൂടെ നിർത്താൻ സംവിധാനിച്ചിരിക്കുന്നത്. ഇതേ മനുഷ്യനെ തലകുത്തി നിർത്താൻ ഇതിനേക്കാളും എളുപ്പമാണ്. കാരണം ഭാരമൊക്കെ ഉള്ളത് നമ്മുടെ പല വസ്തുക്കളുണ്ട്. ഈ പറക്കുന്ന പോലെയുള്ള പക്ഷികളുടെ ശില്പങ്ങളുണ്ട്, അതിൻ്റെ കൊക്കിലിങ്ങനെ കൊത്തി നിൽക്കുന്നത് പോലെ. എന്ന പോലെ മനുഷ്യനെ അങ്ങ് തലകുത്തി നിർത്തുക, അത് വളരെ സിമ്പിൾ കാര്യമാണ് ഇതിനെ അപേക്ഷിച്ച്. അതുകൊണ്ടാണ് സഹാബിയുടെ ആ ചോദ്യവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയും. ഇവിടെ അത് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ടെക്നിക്ക് വിവരിക്കാനല്ല. സഹാബി ചോദിച്ചത് ടെക്നിക്കാണ്. ഇവിടെ മുഖത്തിന്മേൽ വലിച്ചെടുക്കുക. നമ്മൾ ഈ തല്ലിക്കൊന്ന ജന്തുക്കളെയൊക്കെ ചിലപ്പോൾ ഇപ്പം പാമ്പിനെ വലിച്ചുകൊണ്ട് പോകൽ അതിൻ്റെ വാല് പിടിച്ചിട്ടായിരിക്കും. അതുപോലെ നായയെ തല്ലിക്കൊന്നാൽ ഒക്കെ വലിച്ചുകൊണ്ട് പോകൽ, അല്ലെങ്കിൽ ചത്ത നായയെ വലിച്ചുകൊണ്ട് പോകൽ ചിലപ്പോൾ അതിൻ്റെ വാല് പിടിച്ചിട്ടായിരിക്കും. എന്നതുപോലെ ഈ മഹാന്മാരായ ആളുകൾ എന്ന് ഭൂമിയിൽ കരുതപ്പെട്ടവർ, അതിനാണ് ഇവിടെ ഷെറു മക്കാനൻ എന്നൊക്കെ പറയുന്നത്. അഥവാ രണ്ട് കാര്യമാണ് അബൂജാഹിലാദികൾക്ക് അവകാശപ്പെടാനുണ്ടായിരുന്നത്. ഞങ്ങളാണ് ഇവിടെ നേതാക്കന്മാർ, അല്ല നിങ്ങളായിരിക്കും അവിടെ ഷെറുൻ മക്കാനൻ, ഷെറുൻ നാസി മക്കാന. അതുപോലെ ജനങ്ങൾ വിചാരിക്കുന്നത് ഏറ്റവും നേരായ വഴിയിലൂടെ ഈ സമൂഹത്തിനെ നടത്തുന്നത് ഈ അബൂജാഹിലാദികളാണെന്നാണ്. അല്ല, വഅളല്ലുൻ നാസി സബീല, ഇവരാണ് ഏറ്റവും വഴിതെറ്റിയ ആളുകൾ എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഇതുവരെ നടന്ന ഒരു സംവാദം സമാപിക്കുകയാണ്. ഇനി ചരിത്രപരമായി അതിനുപോൽബലകമായ മറ്റു കാര്യങ്ങൾ മൂസാ നബിയുടെ ചരിത്രമൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അത് ഇതുവരെ പറഞ്ഞതിൻ്റെ അതിനൊരു ആഡിങ് ആണ്, കൂടുതൽ ഒരു ബലപ്പെടുത്താൻ വേണ്ടി ഉദ്ധരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.